ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടൊരു ജീര റൈസും രാജ്മയും ഒരു പുതിന ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി രാജ്മ തലേദിവസം രാത്രിയിലെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കുതിർത്താണ് അത് ഞാനൊരു കുറച്ചെടുത്ത് കുക്കറിൽ വേവിക്കാൻ വെക്കുവാണേ. ഇനിയിപ്പോൾ ഞാൻ ഒരു ഓണിയനും 2 ഗ്രീൻ ചില്ലിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 2 വലിയ ടൊമാറ്റോ എണ്ണ എടുത്തേക്കുന്നത്. ചെറിയ ടൊമാറ്റോ ആണെങ്കിൽ ഒരു ടൊമാറ്റോയും കൂടെ എക്സ്ട്രാ എടുക്കണം, 3 എണ്ണം എടുക്കണം. ഇത് വലുതായതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തേക്കുന്നു. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൊറിയാൻഡറും അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പം ഞാൻ ഒരു കടായിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതിലോട്ട് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ ഓണിയൻ അരിഞ്ഞതും ഗ്രീൻ ചില്ലിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ചെറുതായിട്ട് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് ഓപ്ഷനിലാണ്. അപ്പം ഇപ്പോൾ ഇതൊന്നും നല്ല ബ്രൗൺ കളറായപ്പോൾ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ ഞാൻ ടൊമാറ്റോ അരിഞ്ഞത് ഇട്ട് കൊടുക്കുവാണേ. ഇപ്പം ഞാൻ അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പും ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡറും. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം ഞാനൊരു 1 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൽ ചില്ലി പൗഡർ കുറവും കൊറിയാൻഡർ പൗഡർ കൂടുതലുമാണ്. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ ചില്ലി പൗഡറിന് ഒരു 2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റുക. കുറച്ച് വെള്ളം, ആ പൊടിയുടെ പച്ചമണം വരാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ചൊന്ന് വഴറ്റുക. അപ്പം നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞ് വന്ന കണ്ടോ, നല്ലതായിട്ട് പെട്ടെന്ന് തന്നെ മൂടി വെക്കുമ്പോൾ നല്ലതായിട്ട് നമുക്കതൊന്ന് വഴന്ന് കിട്ടും. അപ്പം ഞാൻ കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ രാജ്മ വെന്തിട്ടുണ്ട്. അപ്പോൾ ആ കുക്കറിലോട്ട് തന്നെ ഞാൻ ഈ ഗ്രേവി ഒഴിച്ചു കൊടുക്കുവാണ്. ഈ ഗ്രേവിയുടെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ കുക്കറിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 4 വിസിൽ വെച്ച് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ കറി റെഡിയാവും. ഇപ്പം ഞാൻ കുക്കർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഗീയും കൊറിയാൻഡർ ലീവ്സും. അപ്പം എന്നിട്ട് ഇതൊരു 4 വിസിൽ വെച്ച് എടുക്കുമ്പോഴത്തേനും നമ്മുടെ കറി സൂപ്പറായിട്ട് റെഡിയായിട്ടിരിക്കും. ഇപ്പം നോക്കിക്കേ, ഞാനൊരു 4 വിസിൽ വെച്ച് എടുത്തതാണ്. അടിപൊളിയായിട്ട് കണ്ട എണ്ണയെല്ലാം തെളിഞ്ഞ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജീര റൈസ് ഉണ്ടാക്കാം. അതിന് ഞാൻ കുറച്ച് ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഓയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഗീ തന്നെ ഉപയോഗിച്ചോളൂ. അതിലോട്ട് 2 ടീസ്പൂൺ ജീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രീൻ ചില്ലി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അത് ഓപ്ഷനിലാണ്. പിന്നെ ഞാൻ ബസ്മതി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലോട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു റൈസാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് മൂടി വെക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ റൈസ് ഒന്ന് ആ ഒരു ഫ്ലേവർ, ജീരയുടെ ഫ്ലേവർ അതിലോട്ട് വരാൻ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് കൊറിയാൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ജീര റൈസ് റെഡി ആയിട്ടുണ്ടേ. അടിപൊളി ജീര റൈസാണ്. ഇനി നമ്മൾ പുതിന ചിക്കൻ ഉണ്ടാക്കാൻ പോകും. അതിന് ഞാനൊരു 3 ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. 3 ഗ്രീൻ ചില്ലി, ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. ഞാൻ ചെറിയ ഉള്ളി ഒരു കൈപ്പിടി ഉള്ളി എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട്, ഞാൻ പേസ്റ്റ് അങ്ങ് ഇട്ട് കൊടുത്തേക്കുവാണേ. അല്ലാതെ ഇട്ട് കൊടുക്കുവാണെങ്കിലും ഇതിൽ മിക്സിയിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഒരു ടൊമാറ്റോ, വലിയ ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നു. ഇത് നമ്മൾ മിക്സിയിലൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ ഒരു കെട്ട് പുതിന ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കടായിൽ എണ്ണ ഒഴിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ ഫെനൽ സീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മുടെ മിക്സിയുടെ ജാറിൽ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്നത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഞാനൊരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇപ്പം നോക്കിയാൽ നല്ലോണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ കൊറിയാൻഡർ പൗഡറാണ് ഒരു 3 ടീസ്പൂണ് 3.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ 3 ടീസ്പൂൺ ഇട്ടാൽ മതി. ഞാൻ എൻ്റെ സ്പൂണിൻ്റെ അളവ് ശരിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പെപ്പർ പൗഡർ ഇത് ലാസ്റ്റിൽ ചിക്കൻ കറി ഇറക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ഇട്ട് കൊടുക്കുവേ.
പിന്നെ ഞാൻ ഗരം മസാലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഫെനൽ സീഡ്സിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂൺ ചില്ലി പൗഡർ. ഇതിൻ്റെ നല്ല പച്ച മണം പോകുന്നത് വരെ നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഈ പൊടികളെല്ലാം നല്ലോണം ഫ്രൈ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ച പുതിന എടുത്ത് ഇതിലിട്ട് കൊടുക്കുക, നല്ലോണം വഴറ്റി കൊടുക്കുക. പിന്നെ ഞാനൊരു 1/4 കപ്പ് തൈര് ഇതിലോട്ട് ഒഴിച്ച് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കും. നല്ലതായിട്ട് ഇപ്പം തന്നെ നല്ല മണമായിരിക്കേ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ഒരു 1/2 കിലോ ചിക്കനുണ്ട്, അതൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് എത്രയാണ് ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. മൂടി വെച്ച് വേവിക്കുക. ഇപ്പം ദേ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഞാനൊരു 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുവാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ എരി കുറച്ചോളൂ കേട്ടോ, എരി നോക്കി ഇട്ടാൽ മതിയേ. ഇത് നല്ലോണം ഇപ്പം ദേ ചിക്കൻ കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കോമ്പിനേഷനാണ്. വെജിറ്റേറിയൻകാർ ജീര റൈസും രാജ്മ കറിയും ഉണ്ടാക്കൂ, നോൺ വെജുകാർ ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കുക കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ബൈ ഫ്രണ്ട്സ്.